നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ നിറം എന്താണ്? നീല, പച്ച, വയലറ്റ്, ചുവപ്പ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ നിറം എന്ന് പറയുന്നത് വയലറ്റ് ആണ്. ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, ജാർഖണ്ഡ്. രാജ്യമല്ല, സംസ്ഥാനമാണ്. ജാർഖണ്ഡാണ് ശരിയായ ഉത്തരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹമേത്? ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹമാണ് ചെമ്പ്. പദാർത്ഥങ്ങളുടെ പുളിരസത്തിന് കാരണമെന്താണ്? ആസിഡ്, ആൽക്കലി, നിർവീര്യമായ ലായനി, വെള്ളം. പദാർത്ഥങ്ങളുടെ പുളിരസത്തിന് കാരണമെന്ന് പറയുന്നത് ആസിഡാണ്. ഏതു രാജ്യത്തെ പാർലമെൻറ്റാണ് നാഷണൽ പഞ്ചായത്ത്? നേപ്പാൾ, ഭൂട്ടാൻ, ബർമ്മ, ശ്രീലങ്ക. ഭൂട്ടാൻ്റെ പാർലമെൻറ്റിന് പറയുന്ന പേരാണ്. ആദികാവ്യം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏത്? മഹാഭാരതം, ഭാഗവതം, വാത്മീകി രാമായണം, തിരുക്കുറൽ. ആദിവാക്യം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയാണ് വാത്മീകി രാമായണം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ഏത്? മാഗ്സസെ അവാർഡ്, ഓസ്കാർ അവാർഡ്, നോബൽ സമ്മാനം, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. നോബൽ സമ്മാനമാണ്. മുത്തുച്ചിപ്പിയുടെ ഖനനം ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലം ഏത്? കന്യാകുമാരി, ആൻഡമാൻ ദ്വീപുകൾ, ഗൾഫ് ഓഫ് മാന്നാർ. മുത്തുച്ചിപ്പിയുടെ ഖനനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് കന്യാകുമാരിയിലാണ്. സബർമതി എക്സ്പ്രസ് തീവണ്ടി തീ വെക്കപ്പെട്ട സ്ഥലം എവിടെ? പാട്ന, ബറോഡ, പെരുമൺ, ഗോധ്ര. ഗോധ്രയിലായിരുന്നു. ഭാരതരത്നം ലഭിച്ച ആദ്യ വനിതയാര്? ഇന്ദിരാഗാന്ധി, സരോജിനി നായിഡു, ലതാ മങ്കേഷ്കർ, മദർ തെരേസ. ഭാരതരത്നം ലഭിച്ച ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? റോബർട്ട് നോവൽ, ആനി ബസന്റ്, ഹെൻറി ഡുനന്റ്, രാജാറാം മോഹൻ റോയ്. ഹെൻറി ഡുനന്റ് ആയിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി ആര്? ഡോക്ടർ ജോൺ മത്തായി, AM തോമസ്, ലക്ഷ്മി N മേനോൻ, K കൃഷ്ണമേനോൻ. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളിയായിരുന്നു ഡോക്ടർ ജോൺ മത്തായി. തമിഴ്നാട്ടിൽ കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രി പദം അലങ്കരിച്ച വ്യക്തി ആര്? കരുണാനിധി, MG രാമചന്ദ്രൻ, C രാജഗോപാലാചാരി, ജയലളിത. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായത് കരുണാനിധിയായിരുന്നു തമിഴ്നാട്ടിൽ. ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യമായി അതിന് അർഹനായത് ആര്? G ശങ്കരക്കുറുപ്പ്, ആശാപൂർണ ദേവി, അഖിലാണ്ടൻ, ഗിരീഷ് കർണാഡ്. G ശങ്കരക്കുറുപ്പായിരുന്നു. 2006 ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ഖത്തർ, ജപ്പാൻ, ചൈന, തായ്ലാൻഡ്. 2006 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഖത്തറിലായിരുന്നു. കേരളത്തിൻ്റെ ഫുട്ബോൾ താരം IM വിജയൻ നായകനായി അഭിനയിച്ച മലയാള ചലച്ചിത്രം ഏത്? കരുണം, സത്യം ശിവം സുന്ദരം, ശാന്തം, അരയന്നങ്ങളുടെ വീട്. ശാന്തം എന്ന സിനിമയായിരുന്നു. കേരളത്തിലെ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറി എവിടെയാണ്?
കേരളത്തിലെ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറി വെള്ളൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖം ഏത്? വിശാഖപട്ടണം, തൂത്തുക്കുടി, പാരാദീപ്, കണ്ട്ല. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖമാണ് കണ്ട്ല. മനുഷ്യ ശരീരത്തിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം, ഹൃദയം, കിഡ്നി, കരൾ. മനുഷ്യ ശരീരത്തിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്ന അവയവമാണ് ഹൃദയം. ക്യൂബയുടെ തലസ്ഥാനം ഏത്? ക്യൂബയുടെ തലസ്ഥാനം ഏത്? റംഗൂൺ, മനില, വാഴ്സ, ഹവാന. ക്യൂബയുടെ തലസ്ഥാനം ഹവാനയാണ്. പ്രസിദ്ധ മലയാള സിനിമ സംവിധായകൻ ലോഹിതദാസ് മരണമടഞ്ഞ വർഷം? 2005, 2007, 2009, 2012. ലോഹിതദാസ് മരണമടഞ്ഞത് 2009 ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഡമാസ്കസ്? സിറിയ, യമൻ, ടുണീഷ്യ, നൈജീരിയ. ഡമാസ്കസ് സിറിയയുടെ തലസ്ഥാനമാണ്. നാഡീവ്യവസ്ഥയിലെ ഏറ്റവും പ്രധാന ഭാഗം ഏത്? സെറിബ്രം, സെറിബെല്ലം, സുഷുമ്ന, മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് മസ്തിഷ്കം. മെസപ്പൊട്ടോമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാതന നഗരം ഏത്? സിറിയ, ഇറാൻ, ഈജിപ്ത്, ഇറാഖ്. മെസപ്പൊട്ടോമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാതന നഗരമായിരുന്നു ഇറാഖ്. ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഗോവ, തമിഴ്നാട്, കേരളം, ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് കേരളത്തിലായിരുന്നു. കേരളത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് എത്ര അസംബ്ലി മണ്ഡലങ്ങളുണ്ട്? 14, 16, 10, 19. 14 മണ്ഡലങ്ങളാണുള്ളത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം? തൊഴിലാളികൾ വിജയിക്കട്ടെ, ലോകം വിജയിക്കട്ടെ, വിപ്ലവം മുഴങ്ങട്ടെ, വിപ്ലവം ജയിക്കട്ടെ. വിപ്ലവം ജയിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഊട്ടി, പൂനെ, മുംബൈ, ന്യൂഡൽഹി. പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? 1991, 1992, 1993, 94. 1991 മലയാളിയായ കെ ശങ്കരനാരായണൻ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവി അലങ്കരിക്കുന്നു? ജമ്മു കാശ്മീർ, പശ്ചിമ ബംഗാൾ, മണിപ്പൂർ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ഗവർണറാണ്. പേസ് മേക്കർ ഉപകരണം ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം, കരൾ, വൃക്ക, ത്വക്ക്. പേസ് മേക്കർ ഉപകരണം ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റഷ്യയുടെ ദേശീയ പുഷ്പം ഏത്? മുല്ലപ്പൂവ്, ശീമജയന്തി, നീലപ്പോപ്പി, റോസ്. റഷ്യയുടെ ദേശീയ പുഷ്പമായി അവർ കണക്കാക്കുന്നത് ശീമജയന്തിയാണ്. ഇന്ത്യൻ അംബാസിഡറെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി, ഗവർണർ, പ്രസിഡന്റ്, പ്രധാനമന്ത്രി. ഇന്ത്യൻ അംബാസിഡറെ നിയമിക്കുന്നത് ഗവർണറാണ്. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഒറീസ, അസം. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. കോട്ടയം ജില്ല നിലവിൽ വന്ന വർഷം? 1949, 1948, 1947, 1946.
കോട്ടയം ജില്ല നിലവിൽ വന്നത് 1949 അകത്ത് പരിപ്പോടു കൂടിയ മാംസളമായ പഴത്തിന് ഒരു ഉദാഹരണം ആപ്പിൾ, കൈതച്ചക്ക, റംബൂട്ടാൻ, മാമ്പഴമാണ് അതിനൊരു ഉദാഹരണം. ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ള കേരളത്തിലെ നദി ഏത്? പമ്പ, ഭാരതപ്പുഴ, കാവേരി, പെരിയാർ. പെരിയാറാണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും എത്ര ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്? 72 ദിവസം, 68 ദിവസം, 88 ദിവസം, 99 ദിവസം. 72 ദിവസം എടുത്തു. ഓർലി വിമാനത്താവളം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? അമേരിക്ക, ഇറ്റലി, ജപ്പാൻ, ഫ്രാൻസ്. ഓർലി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്. AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ മദ്രാസിലേക്ക് പട്ടിണി ജാഥ പുറപ്പെട്ടത് എവിടെ നിന്നാണ്? പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കണ്ണൂരിൽ നിന്നായിരുന്നു. ഒരു റോഡ് പോലും ഇല്ലാത്ത യൂറോപ്യൻ നഗരം ഏത്? വെനീസ്, പാരീസ്, ഗ്രീസ്. ഇവയൊന്നുമല്ല. ഒരു റോഡ് പോലും ഇല്ലാത്ത യൂറോപ്യൻ നഗരമാണ് വെനീസ്. ലോകത്തിലാദ്യമായി സങ്കരയിനം നെൽവിത്ത് വികസിപ്പിച്ച രാജ്യമേത്? ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ, ചൈന. ലോകത്തിലാദ്യമായി സങ്കരയിനം നെൽവിത്ത് വികസിപ്പിച്ചത് ചൈനയായിരുന്നു. നൈസർഗിക രൂപത്തിൽ മെർക്കുറി കാണപ്പെടുന്ന കേരളത്തിലെ ഏക സ്ഥലം? തൃശ്ശൂർ, കോട്ടയം, വയനാട്, കോഴിക്കോട്. കോഴിക്കോടാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടത്തിയ സ്ഥലം ഏത്? പയ്യന്നൂർ, വടകര, ഗുരുവായൂർ, വെങ്ങാനൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടത്തിയത് പയ്യന്നൂരിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച വർഷം? 1954, 1955, 1956, 1957. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത് 1954. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഒഡീഷ, ബീഹാർ, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചക്രവർത്തി ആര്? ഷാജഹാൻ, അക്ബർ, ബാബർ, ബഹദൂർ ഷാ. മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു അക്ബർ. ചുവന്ന ചീരയിലയ്ക്ക് ആ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏത്? കരോട്ടിൻ, ആന്തോസയാനിൻ, ക്ലോറോപ്ലാസ്റ്റ്, ക്ലോറോഫിൽ. ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത് ക്ലോറോപ്ലാസ്റ്റാണ്. സ്ത്രീക്ക് രതിമൂർച്ചയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? 15 മിനിറ്റ്, 20 മിനിറ്റ്, 30 മിനിറ്റ്. വ്യത്യാസപ്പെട്ടിരിക്കും. രതിമൂർച്ചയിലെത്താൻ സമയം വ്യത്യാസപ്പെട്ടിരിക്കും.